ഞാൻ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓണക്കല്ലേ വരുന്നത്. ഓണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക പായസമല്ലേ അല്ലേ, പലവിധ പായസം. അപ്പോൾ അതുപോലെ ഒരു പായസമാണ് ഇത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നോക്കണ്ടേ. അപ്പോൾ സേമിയയും അടയൊന്നുമല്ല. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കടലപ്പരിപ്പിൻ്റെ പായസം ആയിട്ടാണ്. ഇത് നമ്മൾ കറിക്കും സാമ്പാറിനും മാത്രമല്ല. അപ്പോൾ പായസം വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിറ്റിയിലൊക്കെ കിട്ടിയ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ കൊണ്ടാണ് ഞാൻ പായസം വെക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി കുതിർത്ത് നമ്മൾ കുക്കറിൽ കുറേ വെള്ളം വെച്ചിട്ട് ഒന്ന് ചീറ്റിച്ചെടുക്കുകയാണ്, ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ ഒരു 3 വിസിൽ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് വെന്ത് കിട്ടും. അപ്പോൾ പരിപ്പൊക്കെ വെന്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ പാല് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ശർക്കരയും മിൽക്ക് മെയ്ഡും മാത്രം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 400 ഗ്രാമോളം ശർക്കര എടുത്തേക്കണ്. പരിപ്പ് ഞാൻ 400 ഗ്രാം തന്നെയാണ് എടുത്തത്. പിന്നെ 200 ഗ്രാമിൻ്റെ ഒരു മിൽക്ക് മെയ്ഡുമാണ് ചേർക്കുന്നത് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 200 ഗ്രാമിൻ്റെ ആ ഒരു മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ ഇളക്കണം. നമ്മൾ എന്താ പറയുക, അടപ്രഥമനൊക്കെ ഉണ്ടാക്കും പോലെ തന്നെ ഇളക്കി നല്ലോണം ഇളക്കി വേവിക്കണം. പെട്ടെന്ന് തയ്യാറാക്കട്ടോ. പരിപ്പ് വെന്ത് കിട്ടിയാൽ പിന്നെ ശർക്കരയും മിൽക്ക് മെയ്ഡും ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് വേണ്ട നമുക്ക് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ 2 മിനിറ്റ് തന്നെ ഉള്ളൂ. അപ്പം ഞാനിതിലേക്ക് ഇനി എന്താ ഏലക്കായി അതുപോലെ ചെറിയ ജീരകം ചുക്കും കൂടി പൊടിച്ചിട്ട് ചേർക്കണുണ്ട്. ഏലക്കായ് മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊന്ന് നമുക്കൊന്ന് നെയ്യിൽ അണ്ടിയും മുന്തിരിയും വറുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചാൽ, അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്തിട്ടാലും മതി, എന്നാലും ടേസ്റ്റാണ്. ശർക്കര പായസത്തേക്ക് തേങ്ങാക്കൊത്താണ് ഒന്നും കൂടി ടേസ്റ്റ്. അണ്ടി മുന്തിരി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളെ പായസമൊക്കെ ഇവിടെ റെഡി ആയിക്കണത് കണ്ടില്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പരിപ്പ് ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പായസം തന്നെയാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.